ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2025 ജനുവരി മാസത്തിൽ തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം കൊല്ലം. എവിടെയിരുന്നും ഏതു സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിക്കാനാകും എന്നതാണ് പ്രത്യേകത. കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായി നടക്കും. കേസുകളുടെ നടപടികൾ ഓൺലൈനായി പരിശോധിക്കാനും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായ രണ്ടാം വട്ടവും ചാമ്പ്യന്മാരായ ജില്ല? ഉത്തരം മലപ്പുറം. കണ്ണൂർ, കോഴിക്കോട് എന്നിവ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. 2024 73ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത്? ഉത്തരം വിക്ടോറിയ കാജർ തിൽവിഗ്. ചരിത്രത്തിലാദ്യമായാണ് ഡെൻമാർക്ക് കിരീടം നേടിയത്. നൈജീരിയയുടെ ചിഡിമ എഡറ്റ്ഷിന 2ാം സ്ഥാനവും ആദ്യത്തെ രാജ്യമായ മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ട 3ാം സ്ഥാനവും നേടി. ഇന്ത്യയുടെ റിയ സിൻഹ മികച്ച 30 പേരുടെ പട്ടികയിലെത്തി. G20 രാജ്യങ്ങളുടെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം റിയോ ഡി ജനീറോ. നവംബർ 18, 19, 20 തീയതികളിലാണ് നടന്നത്. ലോക പ്രമേഹ ദിനം എന്നായിരുന്നു? ഉത്തരം നവംബർ 14. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നതായിരുന്നു 2024 പ്രമേഹ ദിന വിഷയം. സംസ്ഥാനത്തെ 20 വയസ്സിൽ താഴെയുള്ള 3000ഓളം ടൈപ്പ് 1 പ്രമേഹ ബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായും ആഘോഷിക്കുന്നു. പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം വെറും 2 തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വിചിത്ര രാജ്യം. കടലിൽ ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ വലുപ്പം 0.004 ചതുരശ്ര കിലോമീറ്റർ മാത്രം. ഇംഗ്ലണ്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യമെന്ന് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും സർക്കാരും പതാകയും നാണയവും ദേശീയ ഗാനവും സീലാൻഡിന് സ്വന്തമായിട്ടുണ്ട്. 2008 ഗിന്നസ് ലോക റെക്കോർഡ് സീലാൻഡിന് രാജ്യപദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശമെന്ന അംഗീകാരവും നൽകി. ഇന്ത്യൻ വംശജർ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രം? ഉത്തരം മൗറീഷ്യസ്. പൃഥ്വിരാജ് സിംഗ് തുപോൻ പ്രസിഡന്റും നവീൻ രാംഗുലാം പ്രധാനമന്ത്രിയും എന്നിവരാണവർ. മൗറീഷ്യസിലെ കരിമ്പ് തോട്ടങ്ങളിൽ ജോലി എടുപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ എത്തിച്ച 5 ലക്ഷത്തോളം പേരുടെ പിന്മുറക്കാരാണ് മൗറീഷ്യസിലെ ഇന്ത്യൻ വംശജർ. ഛോട്ടാ ഭാരത് എന്നാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മൗറീഷ്യസിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശതാബ്ദി വേഗ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യവുമായി US, റഷ്യ, ചൈന എന്നിവയാണ് ഈ സാങ്കേതിക വിദ്യയുള്ള മറ്റു രാജ്യങ്ങൾ. മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗത്തിൽ മിസൈലിന് സഞ്ചരിക്കാനാകും. ദേശീയ മാധ്യമ ദിനം എന്നാണ്? ഉത്തരം നവംബർ 16. 2024 ദിനാചരണ വിഷയം ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ് എന്നതായിരുന്നു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി നൈജീരിയ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ആ രാജ്യത്തിന്റെ 2ാമത്തെ പരമോന്നത ബഹുമതിയുടെ പേര്? ഉത്തരം
ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ. 1969 ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിച്ച രണ്ടാമത്തെ വിദേശിയാണ് മോദി. ഇതോടെ 17 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ മോദിക്ക് ലഭിച്ചു. 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാ ദാസ് ഗുപ്ത ഏതു നിലയിൽ അറിയപ്പെട്ട വനിതയായിരുന്നു? ഉത്തരം സത്യജിത് റായിയുടെ ക്ലാസിക് ചലച്ചിത്രമായ പത്തേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ ബാലനടി. ഒരു സ്കൂൾ കലാപരിപാടിയിൽ നിന്നാണ് 14-കാരിയായ ഉമയെ റായ് കണ്ടെത്തിയത്. സിനിമയിൽ അപ്പുവിനേക്കാൾ തിളങ്ങിയ സഹോദരിയായ ദുർഗ മഴ നനഞ്ഞ് കടുത്ത പനി ബാധിച്ച് മരിക്കുകയായിരുന്നു. പിന്നീട് അഭിനയ വഴിയിൽ നിന്ന് പിൻവാങ്ങിയ ഉമ സ്കൂൾ അധ്യാപികയായി ജീവിതം നയിച്ചു. ഇന്ത്യയുടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിക്കപ്പെട്ടത്? ഉത്തരം കെ സഞ്ജയ് മൂർത്തി. ഹിമാചൽ പ്രദേശ് കേഡർ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ പിൻഗാമിയാണ്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡശക്തി? ഉത്തരം ഇന്തോനേഷ്യ. എല്ലാ വർഷവും ഇരു രാജ്യങ്ങളുമായി ഇടവിട്ട് നടക്കുന്ന സൈനിക അഭ്യാസത്തിന്റെ 9ാമത് എഡിഷൻ 2024 നവംബർ 1 മുതൽ 12 വരെ ജക്കാർത്തയിൽ നടന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ? ഉത്തരം അരവിന്ദർ സിംഗ് സാനി. വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറിയായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം കരോളിൻ വൈറ്റ്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് 27-കാരിയായ കരോളിൻ. രാജ്യത്തെ മികച്ച സമുദ്രബന്ധ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം കേരളം. കൊല്ലമാണ് രാജ്യത്തെ മികച്ച സമുദ്രബന്ധ ജില്ല. നവംബർ 21 ദേശീയ മത്സ്യബന്ധന ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര മത്സ്യബന്ധന, മൃഗസംരക്ഷണ, ക്ഷീര വകുപ്പുകളാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. തെലങ്കാനയാണ് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം. ഛത്തീസ്ഗഡിലെ കാങ്കറാണ് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന ജില്ല. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 10. 63 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്നതാണ് പട്ടിക. കഴിഞ്ഞ വർഷം ഇന്ത്യ 8ാം സ്ഥാനത്തായിരുന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന UN കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് കാലാവസ്ഥാ വ്യതിയാന സൂചിക പുറത്തിറക്കിയത്. ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒരു രാജ്യവുമില്ല. 4ാം സ്ഥാനത്ത് ഡെൻമാർക്കും നെതർലൻഡ്സുമാണ്. ഏറ്റവും കുറച്ച് കാർബൺ പുറന്തള്ളുന്ന രാജ്യങ്ങളാണിവ. ഹരിതഗൃഹവാതക പുറന്തള്ളലിൽ മുന്നിൽ നിൽക്കുന്ന ചൈന 55ാമതും US 57ാമതുമാണ്. ഏത് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കാണ് 2024 നവംബർ 15 തുടക്കം കുറിച്ചത്? ഉത്തരം ബിർസ മുണ്ട. 1875 നവംബർ 15 ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഉള്ളിഹാദു ഗ്രാമത്തിൽ ജനിച്ച ബിർസ മുണ്ട 1900 ജൂൺ 9 25ാം വയസ്സിൽ റാഞ്ചി ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉൽഗുലാൻ എന്നറിയപ്പെട്ട മുണ്ട കലാപത്തിന് നേതൃത്വം നൽകി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ഓർമ്മയ്ക്കായി ബിർസ മുണ്ടയുടെ ജന്മദിനമായി നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിനമായി ആഘോഷിക്കാൻ 2024 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഗോവയിലെ പനാജിയിൽ നടന്ന 55ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ? ഉത്തരം ടോക്സിക്. സൗളി ബില്ലുവെറ്റെ സംവിധാനം ചെയ്ത ടോക്സിക്കിന് 40 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. മറ്റ് പ്രധാന പുരസ്കാര ജേതാക്കൾ മികച്ച നടൻ ക്ലെമന്റ് ഹാവോ, മികച്ച നടി വെസ്റ്റേ മറ്റുലിയേറ്റെ,
ലെവ റുപ്പക്കായറ്റി. മികച്ച സംവിധായകൻ ബോഗ്ദൻ മുറാസെനു. ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സിന് സമ്മാനിച്ചു. ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ബോളിവുഡ് താരം വിക്രാന്ത് മാസിക്ക് ലഭിച്ചു. നവ്ജോത് ബന്ദിവാഡ്കർ ആണ് മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകൻ. ബംഗ്ലാദേശിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ മതസംഘടനയാണ് അന്താരാഷ്ട്ര കൃഷ്ണവബോധ സമിതി. ഇതിന്റെ പൂർണ്ണരൂപം: ഉത്തരം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. 1966 ന്യൂയോർക്കിൽ ഭക്തി വേദാന്ത സ്വാമി പ്രഭു പാദയാണ് സംഘടന സ്ഥാപിച്ചത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നു ഇതറിയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അടുത്തിടെ എവിടെയാണ് കണ്ടെത്തിയത്? ഉത്തരം മധ്യ ചൈനയിൽ. ഹുനാൻ പ്രവിശ്യയിൽ പിൻജിയാങ് കൗണ്ടിയിലാണ് ഉയർന്ന ഗുണനിലവാരമുള്ള 1000 ടൺ അയിര് കണ്ടെത്തിയത്. 900 ടൺ വരുന്ന ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡിപ്പ് മൈനാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത്. ഏതു റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗമാണ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാൻ തീരുമാനിച്ചത്? ഉത്തരം സെപ്റ്റിമിയസ് സെവറസിന്റെ. AD 145-211 ആണ് സെവറസിന്റെ ജീവിതകാലം. അരനൂറ്റാണ്ടിലേറെയായി ഡെൻമാർക്കിലെ ഗ്ലിപ്ടോടെക് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ചക്രവർത്തിയുടെ ശിരസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന, ബാർബഡോസ് എന്നീ രാജ്യങ്ങൾ സമ്മാനിച്ച പരമോന്നത ബഹുമതികൾ. ഉത്തരം ദി ഓർഡർ ഓഫ് എക്സലൻസ്, ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. 56 വർഷത്തിനിടെ ഗയാന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ജർമ്മനിയുടെ മുൻ ചാൻസലറായി ആംഗല മെർക്കൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളുടെ പേര്? ഉത്തരം ഫ്രീഡം മെമ്മറീസ്, 1954-2021. ജർമ്മനിയുടെ ചാൻസലർ പദവി വഹിച്ച ആദ്യ വനിതയാണ് ആംഗല മെർക്കൽ. നവംബർ 22-ന് ന്യൂഡൽഹിയിൽ അന്തരിച്ച സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി എന്നൻ പിള്ളയുടെ ആത്മകഥ. ഉത്തരം ആകസ്മികം. പ്രധാന കൃതികൾ: ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ചെരുപ്പ് കടിക്കില്ല, പ്രളയം, തേവരുടെ ആന, ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു, സൂക്ഷിക്കുക വഴിയിൽ ഭക്തന്മാരുണ്ട്, നല്ലവനായ ഗോഡ്സെ. മുനമ്പത്തെ ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷൻ? ഉത്തരം CN രാമചന്ദ്രൻ നായർ. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത്? ഉത്തരം ഉപമന്യു ചാറ്റർജി. ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. മോട്ടോർ സൈക്കിൾ അപകടത്തിനു ശേഷം ആത്മീയ വഴിയിലേക്ക് തിരിയുന്ന ലോറൻസോ സെനസി എന്ന ഇറ്റാലിയൻ യുവാവിന്റെ കഥയാണ് പ്രമേയം. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പട്നയിൽ ജനിച്ച ഉപമന്യു ചാറ്റർജി വിരമിച്ച ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ജാർഖണ്ഡിൽ എത്രാം തവണയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായത്? ഉത്തരം 4-ാം തവണ. മഹായൂതി സഖ്യ നേതാവായ ദേവേന്ദ്ര ഫഡ്നാവിസാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി. ഹരിയാനയുടെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഇന്ത്യയുടെ എത്രാമത് ഭരണഘടനാ ദിനാഘോഷത്തിനാണ് 2024 നവംബർ 26-ന് തുടക്കം കുറിച്ചത്? ഉത്തരം 75-ാമത്. ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത്. 1950 ജനുവരി 24-ന് അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ജനുവരി 26-ന്
ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയുടെ അന്തിമ രൂപം പൂർത്തിയാക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടിവന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി തയ്യാറാക്കിയ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പുകൾ ഹീലിയം നിറച്ച കൂടുകളിൽ പാർലമെന്റ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ പുറംചട്ട തയ്യാറാക്കിയത് ചിത്രകാരനായ നന്ദലാൽ ബോസാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. അടുത്തിടെ പാരീസിൽ അന്തരിച്ച ബ്രെയ്റ്റൻ ബാക്ക് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം: വർണ്ണ വിവേചനത്തിനെതിരെ നിലകൊണ്ട പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ. വെള്ളക്കാരുടെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ അന്നത്തെ നിരോധിത സംഘടനയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ സഹായിച്ചുവെന്നാരോപിച്ച് 1975 രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായി. 7 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു. ജയിൽ ജീവിതത്തെക്കുറിച്ച് ബ്രെയ്റ്റൻ എഴുതിയ കൺഫെഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ്, ആത്മകഥാപരമായ എ സീസൺ ഇൻ പാരഡൈസ് എന്നീ കൃതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എ വിമൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന ആദ്യ നോവലിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തയായ ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാരി ബാർബറ ടെയ്ലർ ബ്രാഡ്ഫോർഡും അടുത്തിടെ അന്തരിച്ചു. 2024 പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കപ്പെട്ട എം. മുകുന്ദൻ രചിച്ച നോവൽ. ഉത്തരം: മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം: ലക്നൗ. ലോകത്തെ 5ാമത്തെ നൈറ്റ് സഫാരി പാർക്ക് കൂടിയാണിത്. കുറേൽ വനത്തിലെ പാർക്ക് 2026 ഡിസംബറിൽ പ്രവർത്തനം തുടങ്ങും. വർക്കലയിലെ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ എവിടെയാണ് ലോക സർവമത പാർലമെന്റ് സംഘടിപ്പിച്ചത്? ഉത്തരം: വത്തിക്കാനിൽ. 2024 നവംബർ 29-30, ഡിസംബർ 1 തീയതികളിൽ നടന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആലുവയിൽ 1924 മാർച്ച് 3, 4, 5 തീയതികളിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് മതസമ്മേളനം നടത്തിയത്. ഇറ്റലിക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 പ്രതിനിധികളും ഇന്ത്യയിൽ നിന്നടക്കമുള്ള ജനപ്രതിനിധികളും സന്യാസിമാരും പങ്കെടുത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായത്? ഉത്തരം: ഋഷഭ് പന്ത്. മെഗാലേലത്തിൽ 27 കോടി രൂപയാണ് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജയന്റ്സ് ടീം സ്വന്തമാക്കിയത്. 16 കോടി രൂപയ്ക്കാണ് ഋഷഭിനെ ഡൽഹി ഇതുവരേക്കും നിലനിർത്തി പോകുന്നത്. 26.75 കോടി രൂപയ്ക്ക് മറുനാടൻ മലയാളി താരം ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സും ടീമിലെത്തിച്ചു. 2024 ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡാണ് ഋഷഭും ശ്രേയസും മറികടന്നത്. ആദ്യത്തെ ഖോ-ഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ്? ഉത്തരം: ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 13 മുതൽ 19 വരെ നടക്കുന്ന മത്സരത്തിൽ 24 രാജ്യങ്ങളിലെ ടീമുകൾ പങ്കെടുക്കും. ചൈന ആദ്യമായി രാജ്യത്തിന് പുറത്ത് അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം: അന്റാർട്ടിക്കയിൽ. അന്റാർട്ടിക്കയിലെ ലാസ്മാൻ കുന്നുകളിലാണ് സോങ്ഷാൻ നാഷണൽ അറ്റ്മോസ്ഫെറിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേഷൻ സ്ഥാപിച്ചത്. അന്റാർട്ടിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 1 കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം നിരോധിക്കാനുള്ള നിയമം ഏത് രാജ്യത്തെ പാർലമെന്റാണ് അടുത്തിടെ പാസാക്കിയത്? ഉത്തരം: ഓസ്ട്രേലിയ. 1 വർഷത്തിനു ശേഷം നിയമം നടപ്പിൽ വരും. ഇത്തരം കർശന നിയമം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് ചുഴലിക്കാറ്റാണ്
തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിതച്ചത്? ഉത്തരം ഫെയ്ഞ്ചൽ. സൗദി അറേബ്യയാണ് ചുഴലിക്കാറ്റിന് നാമകരണം നടത്തിയത്. ഏത് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ് യമണ്ടു ഓർസി? ഉത്തരം യുറുഗ്വായ്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ അവകാശങ്ങളും നൽകുന്ന ആദ്യ രാജ്യം? ഉത്തരം ബെൽജിയം. അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭമുണ്ടായതിനെ തുടർന്ന് 2022 രാജ്യത്ത് ലൈംഗിക തൊഴിൽ കുറ്റകരമല്ലാതാക്കിയിരുന്നു. ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 4. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഭാഗമായി ഡിസംബർ 4-5 തീയതികളിൽ പാകിസ്ഥാനിലെ കറാച്ചി നാവികസേനാ ആസ്ഥാനം ഇന്ത്യൻ നാവികസേന വിജയകരമായി ആക്രമിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം നടത്തുന്നത്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർ ഇന്റർറെഗ്നസ് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം വിക്രം സമ്പത്ത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ്? ഉത്തരം മസാറ്റോ കാനഡ. ജപ്പാൻ പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പ്രത്യേക ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു വരുന്ന കാനഡ ADBയുടെ 11ാമത് പ്രസിഡന്റായി 2025 ഫെബ്രുവരി 24 ചുമതലയേൽക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ലഡാക്കിലെ ലേയിൽ. 2024 ഡിസംബർ 3 അന്തരിച്ച പ്രസിദ്ധ എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന അധ്യാപകൻ? ഉത്തരം MR ചന്ദ്രശേഖരൻ. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ വക്താക്കളിൽ ഒരാളായിരുന്നു. മലയാള നോവൽ ഇന്നും ഇന്നലെയും, കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, കമ്മ്യൂണിസം ചില തിരുത്തലുകൾ, ഉഴുതുമറിച്ച പുതുമണ്ണ് തുടങ്ങിയവ കൃതികളാണ്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തത്? ഉത്തരം ബ്രെയിൻ റോട്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ അധിക സമയം ചെലവഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന മാനസികമോ ഭൗതികമോ ആയ അപജയത്തെ സൂചിപ്പിക്കുന്ന വാക്കാണിത്. 1854 ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾഡൻ എന്ന കൃതിയിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അഹിംസാത്മക സമരമാർഗം രൂപപ്പെടുത്തുന്നതിൽ മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച അമേരിക്കൻ ചിന്തകൻ കൂടിയാണ് ഹെൻറി തോറോ. അടുത്തിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി? ഉത്തരം മിഷേൽ ബാർണിയർ. 1962 ശേഷം അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന ഫ്രാൻസിലെ ആദ്യ സർക്കാരാണ് ബാർണിയറുടേത്. ഫ്രാങ്കോയിസ് ബെയ്റുവാണ് പുതിയ പ്രധാനമന്ത്രി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനം ഏത് ദിനമായാണ് രാജ്യത്ത് ആചരിക്കുന്നത്? ഉത്തരം മഹാപരിനിർവാൺ ദിവസ്. 1891 ഏപ്രിൽ 14 ജനിച്ച അംബേദ്കർ 1956 ഡിസംബർ 6 അന്തരിച്ചത്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത്? ഉത്തരം മിഷേൽ ബാച്ച്ലേറ്റ്. ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. 1986 പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പാരീസിലെ ലോക പ്രശസ്തമായ ഏത് ആരാധനാലയമാണ് നവീകരണത്തിന് ശേഷം അടുത്തിടെ വീണ്ടും തുറന്നത്? ഉത്തരം നോത്രദാം പള്ളി. 860 വർഷം പഴക്കമുള്ള പള്ളിക്ക് 2019 ഏപ്രിൽ 15 ഉണ്ടായ തീപിടുത്തത്തിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർടെമിസ് 2 ദൗത്യം എന്നത്തേക്കാണ് ദീർഘിപ്പിച്ചത്? ഉത്തരം 2026 ഏപ്രിലിലേക്ക്. 2025 സെപ്റ്റംബറിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. യാത്രികരെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കാൻ ലക്ഷ്യമിട്ട ആർടെമിസ് 3
2027 മധ്യത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യാത്രികരെ വഹിക്കാനുള്ള ഓറിയോൺ പേടകം സാങ്കേതിക തകരാർ നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 2022 നവംബറിലാണ് ചന്ദ്രനിലേക്കുള്ള ആളില്ലാ ദൗത്യമായ ആർടെമിസ് 1 വിജയകരമായി വിക്ഷേപിച്ചത്. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനമേറ്റ മലയാളി വൈദികൻ. ഉത്തരം മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. കർദിനാളാകുന്ന 6ാമത്തെ മലയാളിയാണ്. മാർ ജോസ് പാറക്കോട്ടിലാണ് കർദിനാളായ ആദ്യ മലയാളി. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി കൂടിയാണ്. പ്രിൻസ് ഓഫ് ചർച്ച് എന്നാണ് കർദിനാൾമാരെ വിളിക്കുന്നത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള ചുമതലകൾ കർദിനാൾമാർക്കുണ്ട്. ഡിസംബർ 21 ഏത് ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്? ഉത്തരം ലോക ധ്യാന ദിനം. സിറിയയിൽ ഭരണം പിടിച്ചടക്കിയ വിമത സഖ്യത്തിന് നേതൃത്വം നൽകിയ സംഘടന? ഉത്തരം ഹയാത്ത് തഹ്രീർ അൽ ഷാം. രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടി. അസദ് കുടുംബം നേതൃത്വം നൽകുന്ന ബാത്ത് പാർട്ടിയാണ് കഴിഞ്ഞ 53 വർഷമായി സിറിയ ഭരിച്ചിരുന്നത്. സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ നവംബർ 27 ആരംഭിച്ച വിമതരുടെ പോരാട്ടം 11 ദിവസം കൊണ്ട് വിജയത്തിലെത്തി. HDS തലവനായ അബു മുഹമ്മദ് അൽ ജലാനിയാണ് വിമത സഖ്യത്തിന് നേതൃത്വം നൽകിയത്. 2024 ക്രോസ്വേർഡ് പുരസ്കാരം നേടിയ മലയാളി? ഉത്തരം സഹറു നുസൈബ കണ്ണനാരി. ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ് അവാർഡ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണ്. എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇന്ത്യയുടെ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായത്? ഉത്തരം സിംഗപ്പൂരിലെ സെന്റോസ റിസോർട്ട്സ് വേൾഡിൽ. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെ കീഴടക്കിയാണ് 6.5 പോയിന്റിനെതിരെ 7.5 പോയിന്റ് നേടി തമിഴ്നാട് സ്വദേശിയായ ഗുകേഷ് വിശ്വവിജയിയായത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുകേഷ്. ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഗുകേഷ് സ്വന്തമാക്കി. 1985 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗ്യാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് 18 വയസ്സും 8 മാസവും 14 ദിവസവും പിന്നിട്ട ഗുകേഷ് മറികടന്നത്. 5 വട്ടം ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ വിശ്വനാഥൻ ആനന്ദ് 2013 ചെന്നൈ ലോക ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസന് അടിയറ വെച്ച കിരീടമാണ് ഗുകേഷ് വീണ്ടെടുത്തത്. ഏകദേശം 11.50 കോടി രൂപ ഗുകേഷിന് സമ്മാനമായി ലഭിച്ചു. തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ ക്യാഷ് അവാർഡും നൽകി. ജോയ് ബംഗ്ല ഏത് രാജ്യത്തിന്റെ ദേശീയ മുദ്രാവാക്യമായിരുന്നു? ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ജോയ് ബംഗ്ല പ്രചരിപ്പിച്ചത്. അടുത്തിടെ ബംഗ്ലാദേശ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജോയ് ബംഗ്ലയ്ക്ക് ദേശീയ മുദ്രാവാക്യ പദവി നഷ്ടമായി. മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്ന് ഇടക്കാല സർക്കാർ പിന്നാലെ ഒഴിവാക്കുകയും ചെയ്തു. ലോകത്തിലെ കരുത്തരായ 100 വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ തുടർച്ചയായി 2ാം വട്ടവും ഇടം പിടിച്ച കേന്ദ്രമന്ത്രി? ഉത്തരം നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ വർഷം 32ാം സ്ഥാനത്തായിരുന്നു. ഇക്കുറി 28ാം സ്ഥാനത്തെത്തി. നിർമ്മലയ്ക്ക് പുറമെ HCL ടെക്നോളജി ചെയർപേഴ്സൺ റോഷ്നി നദാർ മൽഹോത്രയും ബയോകോൺ ബയോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ സഹസ്ഥാപികയായ കിരൺ മജ്റൂദാറും ഇന്ത്യയിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3ാം തവണയും യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷ ഉർസൂല വോൺ ഡെർ ലെയ്ൻ ആണ് ഒന്നാമത്.
ബിസിനസ്, രാഷ്ട്രീയം, നയതന്ത്രം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വനിതകളാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2023 ജെ.സി. ഡാനിയൽ പുരസ്കാര ജേതാവ്. ഉത്തരം ഷാജി എൻ കരുൺ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. കലാ സാംസ്കാരിക സംഭാവനകൾക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ്. നിലവിൽ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. 2022 ജേതാവ് ടി.വി. ചന്ദ്രൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റത്? ഉത്തരം 26. ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായാണ് നിയമനം. 2024 ഡിസംബർ 9 അന്തരിച്ച സരോജിനി ശിവലിംഗം ഏത് നിലയിൽ പ്രശസ്തിയായ വനിതയായിരുന്നു? ഉത്തരം ശ്രീലങ്കയിലെ റേഡിയോ സിലോണിന്റെ മലയാളം പരിപാടികളുടെ അവതാരക. പാലക്കാട് കൊടുവയൂർ സ്വദേശിയാണ്. രാജ്യത്ത് നടപ്പാക്കിയ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? ഉത്തരം വയവന്ദന. വരുമാന പരിധിയില്ലാതെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതി 2024 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. ഇന്ത്യൻ യാത്രികരെ സ്വന്തം നിലയിൽ ബഹിരാകാശത്തെത്തിക്കുന്ന ISRO ദൗത്യമായ ഗഗൻയാൻ മുന്നോടിയായി ക്രൂ മൊഡ്യൂൾ കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പരീക്ഷണം വിജയകരമായി നടന്നു. ഈ പരീക്ഷണത്തിന്റെ പേര്? ഉത്തരം വെൽഡക് റിക്കവറി. ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് തിരികെ വരുമ്പോൾ കടലിൽ പതിക്കുന്ന പേടകത്തെ നാവികസേനയുടെ കപ്പലിന്റെ വെൽഡക് അറയ്ക്കുള്ളിലേക്ക് കയറ്റി യാത്രികരെ പുറത്തിറക്കുന്ന പരീക്ഷണമാണ് വിജയിച്ചത്. ISROയും നാവികസേനയും സംയുക്തമായി വിശാഖപട്ടണം തീരത്താണ് പരീക്ഷണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. ജൈവ വൈവിധ്യ സമ്പന്നവും പരിസ്ഥിതി ലോലവുമായ പശ്ചിമഘട്ട മേഖലയിലെ പ്രവർത്തനമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ഗാഡ്ഗിലിനു പുറമെ ബ്രസീലിയൻ മന്ത്രി സോണിയ ഗ്വജാര, US-ലെ എയ്മി ബോവേസ് കോഡിലാസസ്, റൊമാനിയയിലെ ഗബ്രിയേൽ പോൺ, ചൈനീസ് ശാസ്ത്രജ്ഞൻ ലുചി എന്നിവരും ഈജിപ്തിലെ സുസ്ഥിര കാർഷിക സംരംഭമായ സെക്കേവവും പുരസ്കാരത്തിന് അർഹമായി. ആജീവനാന്ത നേട്ടങ്ങളുടെ വിഭാഗത്തിലാണ് ഗാഡ്ഗിൽ ആദരിക്കപ്പെട്ടത്. ഏത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്തിടെ വൈക്കം വലിയ കവലയിൽ നടന്നത്? ഉത്തരം തമിഴ്നാട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്മാരകം നിർമ്മിക്കാൻ തമിഴ്നാട് സർക്കാർ 1985 വാങ്ങിയതാണ് 84 സെന്റ് സ്ഥലം. 1994 സ്മാരകം തുറന്നു കൊടുത്തു. പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ചടക്കിയ വിമതർ രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചത് ആരെയാണ്? ഉത്തരം മുഹമ്മദ് അൽ ബഷീർ. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്നു അൽ ബഷീർ. അടുത്തിടെ അന്തരിച്ച നിക്കി ജിയോവാനി ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ്? ഉത്തരം ആഫ്രോ അമേരിക്കൻ കവയിത്രി. 1965-74 കാലത്തെ ബ്ലാക്ക് ഹാർട്ട് മൂവ്മെന്റിൽ സജീവമായിരുന്നു. നോക്സ്വിൽ ടെന്നസി, നിക് റോസ തുടങ്ങിയവ പ്രശസ്തമായ കവിതകളാണ്. അടുത്തിടെ അന്തരിച്ച SM കൃഷ്ണ കേന്ദ്രമന്ത്രിസഭയിൽ
ഏത് വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചിരിക്കുന്നത്? ഉത്തരം വിദേശകാര്യം. കർണാടക നിയമസഭാ സ്പീക്കർ, മുഖ്യമന്ത്രി, മഹാരാഷ്ട്ര ഗവർണർ തുടങ്ങിയ പദവികളും വഹിച്ചിരുന്നു. ബോളിവുഡിലെ വിഖ്യാതരായ ഒരു നടന്റെയും ഗായകന്റെയും ജനശതാബ്ദി 2024 ഡിസംബറിൽ ആഘോഷിച്ചു. ആരാണവർ? ഉത്തരം രാജ് കപൂർ, മുഹമ്മദ് റഫി. 1924 ഡിസംബർ 14 ജനിച്ച രാജ് കപൂർ 1988 ജൂൺ 2 അന്തരിച്ചു. ഗ്രേറ്റസ്റ്റ് ഷോമാൻ ഓഫ് ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സിനിമയിലെ ചാർലി ചാപ്ലിൻ എന്നിങ്ങനെ രാജ് കപൂർ വിശേഷിക്കപ്പെടുന്നു. 1924 ഡിസംബർ 24 ജനിച്ച മുഹമ്മദ് റഫി 1980 ജൂലൈ 31 അന്തരിച്ചു. തളിരിട്ട കിനാക്കൾ എന്ന മലയാള സിനിമയിൽ ഷബാബ് ലേക്കെ വോ ജാനി ഷഹാബ് എന്ന ഹിന്ദി ഗാനം റഫി ആലപിച്ചിട്ടുണ്ട്. 25,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. ടൈം മാഗസിന്റെ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഗായിക ടൈലർ സ്വിഫ്റ്റ് ആയിരുന്നു 2023 തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി? ഉത്തരം തൊട്ടിയാർ. ഇടുക്കി ജില്ലയിൽ ദേവിയാറിന്റെ ഭാഗമായ വാളറയ്ക്ക് സമീപം ദേവിയാറിലെ ജലം ഉപയോഗിച്ച് 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. ഇതോടെ 2025 ജനുവരി മാസത്തിൽ തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.